ഈ കർത്താവിന്റെ അരികിലേക്ക് കടന്നു വന്നിട്ടെന്ന് പറയാമോ? കർത്താവേ, ഞാനൊരു പാപിയാണ്, എന്റെ പാപങ്ങൾക്ക് വേണ്ടി അവിടെ നിന്ന് മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ മനസ്സിലാക്കുന്നു. കർത്താവെ, ഞാൻ അത് അംഗീകരിക്കുകയാണ്, അങ്ങയിൽ പൂർണ്ണ ഹൃദയത്തോടുകൂടെ വിശ്വസിക്കുകയാണ്, അവിടുത്തെ രക്ഷിതാവും കർത്താവുമായി ഞാൻ എന്റെ ഉള്ളിൽ സ്വീകരിക്കുകയാണ്. അങ്ങനെ പറയുവാൻ മനസ്സ് വയ്ക്കുന്ന ഏത് കുലത്തിൽപ്പെട്ട, ഏത് ജാതിയിൽപ്പെട്ട, ഏത് മതത്തിൽപ്പെട്ട, ഏത് വർണ്ണത്തിൽപ്പെട്ട, ഏത് വർഗത്തിൽപ്പെട്ട വ്യക്തിയെയും ജീവിതത്തിന്റെ ശരിയായ ഭംഗാവനത്തിലേക്ക് നടത്തുവാൻ ഈ കർത്താവ് മതിയായവനാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നതിന്റെ സാരം, ആശ്വാസം നഷ്ടപ്പെട്ട ഒരു കാലയളവ്. എന്തുകൊണ്ട് ആശ്വാസം നഷ്ടപ്പെട്ടു? അതിന് കാരണമെന്ന് പറയുന്നത് പാപമാണ്. ഈ പാപത്തോടുള്ള ബന്ധത്തിൽ എങ്ങനെയെന്ന് പറയട്ടെ. വിശുദ്ധ വേദപുസ്തകത്തിന്റെ താളുകളിൽ അലംഘനീയമായിരിക്കുന്ന ഒരു പ്രത്യേക നിയമമുണ്ട്. അതെങ്ങനെയാണ്? പാപത്തിനൊരു ശമ്പളമുണ്ട്. പാപത്തിനൊരു ശമ്പളമുണ്ട് സ്നേഹിത. ജോലി ചെയ്താൽ കൂലി കിട്ടുമെന്നുള്ളതുപോലെ പാപത്തിനൊരു ശമ്പളമുണ്ട്. പാപത്തിന്റെ ശമ്പളത്തെ കുറിച്ച് വളരെ വ്യക്തമായി വിശാലമായി വേദപുസ്തകം ഭയനിർദ്ദേശം നൽകി. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഒരു നിത്യമായ മരണത്തെ കുറിച്ച് വ്യക്തമായ ഭാഷയിൽ വാദോരാതെ വിശാലമായി വേദപുസ്തകം അവതരിപ്പിക്കുകയാണ്. അങ്ങനെയാണെങ്കിലും ഓർത്തുകൊള്ളുക പ്രിയ സ്നേഹിത, ഈ ലോകത്തിൽ ജനിച്ച ഞാനും നിങ്ങളും ജനിച്ചത് കൊണ്ടൊരിക്കൽ മരിച്ചേ മതിയാകുള്ളൂ. മരിക്കാൻ എനിക്ക് മനസ്സില്ല എന്ന് പറഞ്ഞ് കൊടിയുയർത്തി ആക്രോശിച്ചാലും മരിച്ചേ മതിയാകുള്ളൂ. മരണം എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മരണം എന്നുള്ള യാഥാർത്ഥ്യത്തിന് നടുവിൽ എത്ര വലിയ മല്ലനും വീണേ മതിയാകുള്ളൂ. മരണത്തെ വെല്ലുവിളിച്ച എത്രയെത്ര മഹാന്മാരുടെ കല്ലറകൾ അവിടെ ഇടങ്ങളിൽ ഇറങ്ങി കിടക്കുന്ന കാഴ്ച അത് നമുക്ക് കാണുവാനായിട്ട് കഴിഞ്ഞില്ല. ഇന്നത്തെ യൗവനക്കാരുടെ ചോരത്തിളപ്പായിരിക്കുന്ന, ആശയും ആവേശവുമായിരിക്കുന്ന ചെകുവര ഒരു കാലഘട്ടത്തിൽ കരീബിയൻ കാടുകളിൽ അന്തിയിറങ്ങി ഹേ മരണമേ നിന്റെ ജയമെവിടെയെന്ന് ആർത്തട്ടഹസിച്ച ചെകുവരയുണ്ടല്ലോ. അദ്ദേഹം ഈ മരണത്തിന് അങ്ങനെ തുടങ്ങി. നെപ്പോളിയൻ ബോണപ്പാർട്ട്, ഗാന്ധിജി, തീർന്നില്ല കേട്ടോ. ഈ ഉലകത്തെ മുഴുവനും പിടിച്ചു കെട്ടുവാൻ നടന്ന അലക്സാണ്ടർ ചക്രവർത്തി, ഇങ്ങനെ തുടങ്ങിയ എത്രയോ ആളുകൾ മരണം കൊണ്ട് അസ്തമിച്ചു പോയപ്പോൾ, മരണത്തിനു മുമ്പേ അമ്പയെ പരാജയപ്പെട്ടു പോയപ്പോൾ അത് വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്. മരണത്തിനു മുമ്പിൽ താങ്കൾ എത്ര ബലവാനാണെങ്കിലും, താങ്കൾ എത്ര കഴിവുള്ളവനാണെങ്കിലും, താങ്കൾ എത്ര സാക്ഷരത നേടിയവനാണെങ്കിലും, താങ്കൾ എത്ര ബലവാനും പണമുള്ളവനാണെങ്കിലും, ഈ സമൂഹത്തിൽ ഏറ്റവും ഉന്നതനാണെങ്കിലും, മരണം മാടി വിളിക്കുമ്പോൾ പോയേ മതിയാകുള്ളൂ. മരണത്തിന് മുമ്പാകെ ഒരു മനുഷ്യർക്കും അവധിയെടുക്കുവാനായിട്ട് കഴിയുകയില്ല. ഈ മരണം എത്രയെത്ര സത്യങ്ങളെയാണ് മനുഷ്യനെ വെളിപ്പെടുത്തുന്നത് എന്താണെന്നറിയാമോ? വിശുദ്ധ വേദപുസ്തകം ഇങ്ങനെ രേഖപ്പെടുത്തി, ഏത് മനുഷ്യനും ഉറച്ചു നിന്നാൽ ഒരു ശ്വാസം മാത്രം